നമുക്കിന്നൊരു ഉണക്കപ്പയറിൻ്റെ പുലർത്തുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പയർ നമുക്കൊന്ന് വേവിക്കാം. ഇത് ഞാൻ കാലത്തെ ഇട്ടതാണ് കേട്ടോ. തലേ ദിവസം വെള്ളത്തിലിടണം പയറൊക്കെ, ഉണക്കപ്പയർ, ഉണക്ക ചെറുപയർ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണം കേട്ടോ. ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചിലർക്ക് അറിയാത്തത് ഉണ്ടാവുകയില്ലോ. അപ്പോൾ നമുക്ക് ഇത് വെള്ളത്തിലിട്ട് കുതിർക്കണം കേട്ടോ. അതുപോലെ എന്നിട്ട് വെള്ളത്തിൽ കുതിർത്ത ശേഷം ഞാനിത് കുക്കറിൽ വെച്ചു. ഇനി ഉപ്പിടാം കേട്ടോ. നമ്മൾ ഇത്രയും നേരം വെള്ളത്തിലിട്ടതല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. ഒരു 3-5 വിസിൽ കഴിയുമ്പോൾ നല്ല വെന്ത് പാകമായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എന്തായാലും ഒരു വിസിൽ കൂട്ടിയിടും, പിന്നെ 2 വിസിൽ കുറച്ചും സിമ്മിലും ഇടും കേട്ടോ. അങ്ങനെ 3 വിസിലാണ് സാധാരണ ഞാൻ പയർ വേവിക്കാനായിട്ട് എടുക്കണേ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ വൻപയർ ഉലർത്താനായിട്ട് ഇത് കണ്ടോ, ആദ്യം തന്നെ എണ്ണ ചൂടാക്കി. ഇനി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞ് ചേർക്കണം കേട്ടോ. ചതച്ച് ചേർക്കണവരുണ്ട്, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഉണക്കമുളകും ചതച്ചതും കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പയർ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ല, പയറിട്ട് അങ്ങോട്ട് ഒന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ, നല്ല ടേസ്റ്റ് ആട്ടോ വൻപയർ ഉലർത്തിയത്. ഇതിങ്ങനെ പെട്ടെന്ന് വളിച്ചു പോകുന്നതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ച ശേഷം വേഗം തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. മുളകൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൻപയർ വേവിച്ചത് ചേർക്കാം കേട്ടോ. അടിപൊളി ഉണക്കപ്പയർ ഉലർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലതാണ്, എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇന്ന് മോരുകറി പിന്നെ കായുപ്പേരി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഉണക്കപ്പയറും പിന്നെ എൻ്റെ ലൂവിക്കച്ചാറുണ്ട്. വായിൽ വെള്ളം ഇടുന്നു പറയുമ്പോൾ തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾക്കായി കാത്തിരിക്കുകയാണ്. ഓക്കെ, ബൈ.